തൻ്റെ ജനതയുടെ ക്ഷേമം നേരിട്ടറിയുവാൻ രാത്രിയുടെ നിശബ്ദയാമങ്ങളിൽ വേഷപ്രച്ഛന്നനായി നടക്കുന്ന ഒരു ഭരണാധികാരി ഉണ്ടായിരുന്നു. അദ്ദേഹം മറ്റാരുമല്ല, ഇസ്ലാമിക സാമ്രാജ്യത്തിൻ്റെ രണ്ടാം ഖലീഫ അമീറുൽ മുഅ്മിനീൻ സയ്യിദന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ആയിരുന്നു. ഒരു രാത്രി അദ്ദേഹം മദീനയുടെ തെരുവോരങ്ങൾ കൂടി നടക്കുമ്പോൾ ഒരു ചെറിയ കുടിലിൽ നിന്നും ഒരു കൊച്ചു കുട്ടിയുടെ കരച്ചിൽ കേട്ടു. നിർത്താതെയുള്ള കരച്ചിൽ. എന്താണ് ഈ കുട്ടി കരയുന്നത് എന്നറിയുന്നതിനു വേണ്ടി അദ്ദേഹം ആ കുടിലിനെ ലക്ഷ്യമാക്കി ആ കുടിലിൻ്റെ അടുക്കിലേക്ക് നടന്നു നീങ്ങി. ഉമർ റളിയല്ലാഹു തആല അൻഹു ആ കുടിലിൻ്റെ വാതിക്കൽ ചെന്നുകൊണ്ട് ചോദിച്ചു, എന്തിനാണ് ഈ കുഞ്ഞിങ്ങനെ നിർത്താതെ കരയുന്നത്? കരഞ്ഞ് ആ കുഞ്ഞ് വല്ലാണ്ടായി കാണുമല്ലോ. ആ കുഞ്ഞിന് പാല് കൊടുത്ത് സമാധാനിപ്പിച്ച് ഒന്നുറക്കൂ. ആ വാക്കുകളിൽ ഒരു ഭരണാധികാരിയുടെ അധികാരമായിരുന്നില്ല, മറിച്ചൊരു പിതാവിൻ്റെ വാത്സല്യമായിരുന്നു നിറഞ്ഞു നിന്നത്. പക്ഷേ ആ കുട്ടിയുടെ ഉമ്മയുടെ മറുപടി ശരിക്കും അദ്ദേഹത്തെ ഞെട്ടിച്ചു കളഞ്ഞു. അവർ പറഞ്ഞു, ഞാനവനെ മുലകൂടി മാറ്റാൻ ശ്രമിക്കുകയാണ്, അതുകൊണ്ടാണ് അവൻ നിർത്താതെ കരയുന്നത്. സ്വാഭാവികമായും നമ്മൾ ചിന്തിക്കും, എന്തിനാണൊരു ഉമ്മ തൻ്റെ കുഞ്ഞിനെ ഇത്ര പെട്ടെന്ന് മുലകൂടി മാറ്റാൻ ശ്രമിക്കുന്നത് എന്ന്. അതിൻ്റെ കാരണം നിലവിൽ മദീനയിലുണ്ടായിരുന്ന ഒരു നിയമമായിരുന്നു. ആ നിയമമനുസരിച്ച് മുലകുടി നിർത്തിയ കുട്ടികൾക്ക് മാത്രമേ സർക്കാരിൻ്റെ ആനുകൂല്യങ്ങൾ ലഭിച്ചിരുന്നുള്ളൂ. പാവപ്പെട്ട ഉമ്മമാർ സർക്കാരിൻ്റെ ആനുകൂല്യം കൈപ്പറ്റാൻ വേണ്ടി മുലകുടി നിർത്തേണ്ട പ്രായമാകുന്നതിന് മുമ്പ് തന്നെ മുലകുടി നിർത്തുമായിരുന്നു. ഉമർ റളിയല്ലാഹു തആല അൻഹു ചിന്തിച്ചു, ഈ നിയമം കാരണം മദീനയുടെ തെരുവോരങ്ങളിൽ എത്രയെത്ര കുടിലുകളിൽ ഇതുപോലെ കുഞ്ഞുങ്ങൾ കരയുന്നുണ്ടാവും, എത്രയെത്ര ഉമ്മമാർ പ്രയാസപ്പെടുന്നുണ്ടാവും. ആ രാത്രിയിൽ അദ്ദേഹത്തിന് ഉറക്കം വന്നില്ല. പിറ്റേ ദിവസം പ്രഭാത നമസ്കാരത്തിൽ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്തിട്ട് വ്യക്തമായി ഖുർആൻ പോലും ഓതാൻ അദ്ദേഹത്തിന് സാധിച്ചില്ല. പ്രഭാത നമസ്കാരാനന്തരം തൻ്റെ അനുയായികളെ വിളിച്ചു വരുത്തിയിട്ട് അദ്ദേഹം പറഞ്ഞു, ഈ നിയമം ഈ മദീനയിലെ പാവപ്പെട്ട ഉമ്മമാരെ പ്രയാസപ്പെടുത്തുന്നുണ്ട്, കുട്ടികളെ കണ്ണുനീര് കുടിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ കാരണം ഈ മദീനയിലൊരു കുഞ്ഞു പോലും കരയാൻ പാടില്ല, ഒരു ഉമ്മ പോലും പ്രയാസപ്പെടാൻ പാടില്ല. ഈ നിയമം ഇന്നുകൊണ്ട് റദ്ദാക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഒരു പുതിയ നിയമം പുറപ്പെടുവിപ്പിച്ചു. അതിതാണ്, ജനിക്കുന്ന ഓരോ കുട്ടിക്കും ഇന്നു മുതൽ സർക്കാരിൻ്റെ എല്ലാ ആനുകൂല്യങ്ങളും സഹായങ്ങളും ലഭിക്കുന്നതാണ്. ഈ സംഭവത്തിൽ നിന്നും ഒരു ഭരണാധികാരിക്കുണ്ടാവേണ്ട തഖ്വാബോധവും പടച്ചവനെക്കുറിച്ചുള്ള ഭയവും പാവങ്ങളോടുള്ള അനുകമ്പയുമാണ് നമ്മെ പഠിപ്പിക്കുന്നത്.